ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മീനാസ് ക്രിയേഷൻസ്. ഇന്ന് നമുക്ക് ഫിഷ് മോളി എങ്ങനെ തയ്യാറാക്കാം എന്ന് നോക്കാം. അതിനായി ഞാനിവിടെ 1/2 കിലോ ആവോലി മീനാണ് എടുത്തിരിക്കുന്നത്. ആവോലി മീൻ കൂടാതെ നെയ്മീൻ, കരിമീൻ, മോത ഇവയൊക്കെ ഫിഷ് മോളിക്ക് വളരെ രുചികരമാണ്. ഇനി നമുക്ക് ഫിഷ് മോളി എങ്ങനെ തയ്യാറാക്കാം നോക്കാം. അതിനുവേണ്ടി 3 ആവോലി മീൻ എടുത്തു, കഴുകി വൃത്തിയാക്കി അതിൻ്റെ ചെതുമ്പലൊക്കെ മാറ്റി വയറിലെ വേസ്റ്റൊക്കെ മാറ്റി വൃത്തിയാക്കി എടുക്കുക. ഇനി നമുക്ക് ഈ മീൻ ഫ്രൈ ചെയ്യാനുള്ള മസാല എന്തൊക്കെയാണെന്ന് നോക്കാം. കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, 1 നാരങ്ങയുടെ ജ്യൂസ്. നമ്മൾ ഓരോരുത്തരും എടുക്കുന്ന മീനിനനുസരിച്ച് കുറച്ച് പൊടികൾക്ക് മാറ്റം വരുത്താം. ഇപ്പോൾ നമ്മൾ മീൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഉപ്പ്, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇവ നന്നായി നാരങ്ങ നീരിൽ നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം മീനിൽ തേച്ച് പിടിപ്പിക്കുക. 1 നാരങ്ങയുടെ ജ്യൂസ് തികഞ്ഞില്ലെങ്കിൽ കുറച്ച് വെള്ളം കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. സാധാരണ മീൻ ഫ്രൈ ചെയ്യാൻ എടുക്കുന്ന മുളക് പൊടിയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതൊന്നും ഇതിനാവശ്യമില്ല. ഞാൻ ഈ പറഞ്ഞ ഇത്രയും സാധനങ്ങൾ മതിയാവും. ഇനി നന്നായി മീനിൽ തേച്ച് പിടിപ്പിച്ച് ഇത് 1/2 മണിക്കൂർ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇത് വേറൊരു ബൗളിലേക്ക് മാറ്റി ഇനി നമുക്ക് അടപ്പിട്ട് അടച്ച് 1/2 മണിക്കൂർ മാറ്റി വെക്കാം. കൂടുതൽ സമയം മീൻ പുറത്തിരിക്കുകയാണെങ്കിൽ നമ്മൾ ഫ്രിഡ്ജിലേക്ക് വെക്കണം. ഇനി ഗ്രേവിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ: 4 പച്ചമുളക്, ഒരു 7-8 അല്ലി വെളുത്തുള്ളി വേണം, വലിയൊരു കഷ്ണം ഇഞ്ചി, നന്നായി പഴുത്ത 1 ടൊമാറ്റോ, 2 സവോള. ഇനി എല്ലാം കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്തെടുക്കുക. മല്ലിയില, കറിവേപ്പില, തേങ്ങയുടെ 1/4 പാലും 2/2 പാലും വേണം. ഇവിടെ ഞാൻ 1 കാണിച്ചിട്ടേ ഉള്ളൂ. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഉപ്പ് ആവശ്യത്തിന്, 4 ഏലക്ക, 4 ഗ്രാമ്പു, കുറച്ച് പട്ട, ടൊമാറ്റോ അരിഞ്ഞെടുത്തിട്ടുണ്ട്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മതി. ചതച്ച കുരുമുളകാണ് ആവശ്യം, കുരുമുളക് പൊടിയല്ല, ഗ്രേവിക്ക് ചതച്ച കുരുമുളക്. ഇഞ്ചി നീളത്തിന് അരിഞ്ഞെടുത്തിട്ടുണ്ട്, സവോള കട്ട് ചെയ്തെടുത്തു, വെളുത്തുള്ളി ഒരു 7-8 അല്ലി നീളത്തിന് അരിഞ്ഞിട്ടുണ്ട്, പച്ചമുളക് കട്ട് ചെയ്തു. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഗ്രേവിക്ക് ആവശ്യമുള്ളത്. ഇനി മീൻ ഫ്രൈ ചെയ്തെടുക്കാം. അതിനായി ഒരു പാൻ അടുപ്പിൽ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണ നന്നായി ചൂടാകുമ്പോൾ മീൻ അതിലേക്ക് വെച്ച് കൊടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, സാധാരണ മീൻ നമ്മൾ ഡീപ്പ് ഫ്രൈ ചെയ്യുന്നത് പോലെ ഇത് ചെയ്യരുത്. മീനിൻ്റെ ഒരു സൈഡ് ചെറുതായി ഒന്ന് മൂത്ത ശേഷം നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇതിപ്പോൾ തിരിച്ചിട്ട് കഴിഞ്ഞു. ഓരോ മീനിൻ്റെ ദശക്കെട്ടി അനുസരിച്ച് മാറ്റം വരും. ഇപ്പോൾ മീനിൻ്റെ 2 വശവും പാകമായി കഴിഞ്ഞു. പൊടിയാതെ ശ്രദ്ധിച്ച് മീൻ എടുത്ത് മാറ്റുക. ഇനി നമ്മൾ ഫ്രൈ ചെയ്ത പാനിൽ തന്നെ ബാക്കി സാധനങ്ങൾ വഴറ്റിയെടുക്കാവുന്നതാണ്. നേരത്തെ പറഞ്ഞ അളവനുസരിച്ച് 4 ഏലക്ക, പട്ട, ഗ്രാമ്പു ഇതെല്ലാം ആ എണ്ണയിൽ തന്നെ നമുക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഇഞ്ചി ചേർത്തു, വെളുത്തുള്ളി ചേർത്തു, ഇനി സവോള ചേർത്ത് കൊടുക്കാം. സാധാരണ കറികൾക്ക് സവോള ബ്രൗൺ കളർ ആകുന്നത് പോലെ ഇത് ചെയ്യേണ്ട കാര്യമില്ല. ഇതൊന്ന് ട്രാൻസ്പെറൻ്റ് ആയാൽ മതി. ഇനി പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഈ ഫിഷ് മോളിക്ക് എരിവ് കൊടുക്കുന്നത് പച്ചമുളകും കുരുമുളകുമാണ്. ഇതിൽ സാധാരണ ഉണക്കമുളക് പൊടി നമ്മൾ ചേർക്കാറില്ല. അതുപോലെ സാധാരണ മീൻ വയ്ക്കുന്ന പോലെ ഇതിൻ്റെ അകത്ത് ഉലുവയും കടുകും കുടമുളി അതൊന്നും ഇതിൽ ചേർക്കുന്നില്ല. ചിലരെങ്കിലും ചേർത്ത് കണ്ടിട്ടുണ്ട്, പക്ഷേ അതൊന്നും ഫിഷ് മോളിക്ക് സാധാരണ ചേർക്കാറില്ല. പിന്നെ ഓരോ സ്ഥലത്ത് വെക്കുന്നത് ഓരോ രീതിയിലായിരിക്കും, അതിൻ്റെ വ്യത്യാസങ്ങൾ ഉണ്ടാകും. ഇനി കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഗ്രേവിക്ക് വേണ്ടി കുറച്ച് പൊടികളും കൂടെ ചേർക്കണം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മതി. നേരത്തെ മീനിൽ നമ്മൾ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇപ്പം ചേർത്തത് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ്. ഈ ക്യാമറയുടെ വെളിച്ചത്തിൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്തതാണ്. മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂൺ ചേർത്തു. ഏകദേശം 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് ചതച്ചത് ചേർത്തു, ഉപ്പ് ചേർത്തു. ഇത്രയും സാധനങ്ങൾ ചേർത്തു. അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഫ്രൈ ചെയ്ത പാനിൽ തന്നെയാണ് ഇത്രയും സാധനങ്ങൾ വഴറ്റിയെടുത്തത്. ഇനി വേറൊരു പാൻ ഞാൻ വെച്ചു. അതിലേക്ക് ഈ വഴറ്റിയ സാധനങ്ങളെല്ലാം അതിനകത്തോട്ട് മാറ്റിക്കൊടുത്തു. തേങ്ങാപ്പാൽ ചേർത്ത് വരുമ്പോൾ അതിൻ്റെ ഗ്രേവി കൂടുതൽ വരുമ്പോൾ ആ പാനിൽ നമുക്ക് നിറഞ്ഞു പോകും. അതുകൊണ്ടാണ് ഇങ്ങോട്ട് മാറ്റിയത്. ഇപ്പോൾ 1.5 കപ്പ് തേങ്ങാപ്പാൽ ചേർത്തു. ഇത് ഇപ്പോൾ ചേർത്തത് 2ാം പാലാണ് ചേർത്തത്. 2ാം പാൽ ഒന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. പൊടിയാതെ നന്നായിട്ട് ചേർത്ത് കൊടുക്കണം.
മീനിൻ്റെ മുകളിൽ തേങ്ങാപ്പാൽ വരുന്ന രീതിയിൽ ചേർക്കണം. അത് പോരെങ്കിൽ ഇതിപ്പോൾ അതിനകത്ത് ഞാൻ കുറച്ചും കൂടി ചേർത്തു. നമ്മൾ മീനിട്ട് കഴിയുമ്പോഴേ നമുക്കറിയാൻ പറ്റത്തുള്ളൂ. കുറച്ച് തേങ്ങാപ്പാലും കൂടി ചേർത്തു. ഏകദേശം 1.5-2 കപ്പ് തേങ്ങാപ്പാൽ രണ്ടാം പാലിട്ട് മീനിൻ്റെ മുകളിൽ തേങ്ങാപ്പാൽ ഇരിക്കുന്ന രീതിയിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് അടപ്പിട്ടടച്ച് ഏകദേശം 4-5 മിനിറ്റ് ഈ മീൻ ഒന്ന് വേവിച്ചെടുക്കണം. പകുതി വെന്ത മീനാണ്. ഏകദേശം ഒരു 5 മിനിറ്റിനകത്ത് പാകമായി കഴിയും. ഇപ്പോൾ ഒരു 4 മിനിറ്റ് ആയപ്പോൾ അടപ്പ് മാറ്റി അതിലേക്ക് ടൊമാറ്റോ ചേർത്തു, മല്ലിയില ചേർത്തു. ചെറുതായി തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്ക് 1-ാം പാൽ ചേർത്ത് കൊടുക്കണം. ഇതുവരെ 1-ാം പാൽ ചേർത്തിട്ടില്ല. സാധാരണ മീൻ കറിക്ക് ചേർക്കുന്നത് പോലെ ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ്, ഉണക്കമുളക് ഒന്നും ഇതിനാവശ്യമില്ല. ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ കുരുമുളക്, പച്ചമുളക്, തേങ്ങാപ്പാൽ. ഇപ്പോൾ 1-ാം പാൽ ചേർത്ത് കഴിഞ്ഞു. ഇനി അതിൻ്റെ അരികു തിളച്ച ശേഷം കുറച്ച് ഒരു 1/4 ടീസ്പൂൺ കുരുമുളകും കൂടി ചതച്ച് ചേർത്ത് കൊടുക്കാം. ഇറക്കുന്നതിന് മുമ്പേ നമ്മളത് ചേർക്കുമ്പോൾ അതൊരു പ്രത്യേക ടേസ്റ്റാണ്. കുറച്ച് ചേർത്താൽ മതി. ഇനി അരികു തിളച്ച് വരുമ്പോൾ ഇതുപോലെ പാൻ ഒന്ന് ചുറ്റിച്ച് കൊടുക്കാം. ഒത്തിരി സ്പൂണിട്ട് ഇളക്കേണ്ട കാര്യമില്ല. ഇത് നല്ല പഞ്ഞി പോലത്തെ മീനായതുകൊണ്ട് പൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഫിഷ് മോളി തയ്യാറായി കഴിഞ്ഞു. ഇനി നമുക്ക് ഇത് അടച്ചു വെച്ച് 1 മണിക്കൂർ കഴിഞ്ഞ് കഴിക്കുമ്പോഴാണ് ഇതിൻ്റെ ഭയങ്കര ടേസ്റ്റ് വരുന്നത്. ചൂട് മാറിക്കഴിയുമ്പോൾ ഗ്രേവിക്ക് നല്ല കൊഴുപ്പ് കിട്ടും. ഇനി ഒരു മീൻ പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതുപോലെ അപ്പം, ചപ്പാത്തി, പൊറോട്ട, ബ്രെഡ് ഇതിനൊക്കെ സൂപ്പർ കോമ്പിനേഷനാണ്. ഫിഷ് മോളി വലിയ സംഭവമാണെന്ന് വിചാരിക്കുന്നവർക്കൊക്കെ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക. എല്ലാവരും നന്നായി ഉണ്ടാക്കി കഴിച്ചു നോക്കുക. എന്നിട്ട് എന്നെ ഫീഡ്ബാക്ക് അറിയിക്കുക. ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.